വിഘ്നേശ്വര മഹാഗണപതയെ ക്ഷമിക്കണം. അങ്ങയെ ഈ സ്റ്റേഷന്റെ വാതിക്കൽ കൊണ്ടുവരേണ്ടി വന്നതിൽ ക്ഷമിക്കണം. വിഘ്നേശ്വര, എന്താടോ എല്ലാരും ബോൾട്ട് വിഴിഞ്ഞ പോലെ? തെയ്യം, തിറ, ചെണ്ട, താളമേളങ്ങളൊക്കെ സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റി. ആനയെ കയറ്റണോ സാർ? ആനയെ കയറ്റിയ സ്റ്റേഷന്റെ അണ്ടോറ് കീറിപ്പോടോ. ആ മതി മതി, ചിരിക്കണ്ട, ഇറങ്ങടോ. ചെണ്ട മണ്ടേല് മുട്ടണ്ട. ആ പോട്ടെ പോട്ടെ പോ. ഒന്ന് വേഗം നടക്കടോ പൊന്നാരനെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒന്ന് വേഗം നടക്കടോ അങ്ങട്. തോന്നിയാസം കാണിക്കല്ലേ സാറേ? രാവിലെ മുഹൂർത്തത്തിന് വേലയ്ക്ക് കൊടിയേറാനുള്ളതാ. ഇവരെയൊക്കെ ഇവിടെ കൊണ്ടിരുത്തിയിരുന്നാൽ അതെങ്ങനെ നടക്കും? ഞാനാ കൊണ്ടുവന്നത്. ഒരു കേസ് ഉണ്ടായാൽ ഇതൊക്കെ സംഭവിക്കും. എടോ, ആദ്യം തെക്കും വടക്കും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലെത്ത്, എന്നിട്ടാകാം വേലയും പൂരും ഒക്കെ. കേട്ടോ പറമ്പത്ത് രാജു? ഞങ്ങൾ സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കെട്ടുകാഴ്ചക്കിടയിലാ ആ കുമ്മത്ത് കൈമളിന്റെ ആൾക്കാർ പന്നിപ്പടക്കം പറഞ്ഞത്. അതല്ലേ അടിക്കും മടക്കിനും കാരണമായത്. പന്നിയാണോ പോർക്കാണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇയാളിതെവിടെ പോയി? എടോ ഉടക്കേ. എന്നെ ഉടക്കേന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എനിക്ക് ഒന്നാം തരം ഒരു പേരിട്ടിട്ടുണ്ട്, രവീന്ദ്രൻ. തന്നെ ഞാൻ ഉടക്കേന്നേ വിളിക്കുള്ളൂ. ഒന്നും വിളിക്കാതിരിക്കാവോ? എന്തിനാ ഇപ്പൊ ഈ രവീന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചത്? അത് പറ. ചിറക്കോട്ടുകാവ് തെക്കുംഭാഗം വേല കമ്മിറ്റി പ്രസിഡന്റ് ആ കുമ്മത്ത് കൈമൾ വക്കീലിനോട് വേഗം വരാൻ പറ. എന്നാലേ ഈ പ്രശ്നത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുള്ളൂ. അകത്ത് ഫോൺ ഇരിപ്പുണ്ട്, തന്നെത്താൻ വിളിച്ചു പറഞ്ഞ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടേച്ചാ മതി. അകത്ത് ഫോൺ ഉണ്ടോ? കൊച്ചമ്പ്രാട്ടേ, ഇത് മുഴുവനും വെളുത്തേക്ക്. അപ്പൊ 100 രൂപയും. പക്ഷെ പ്രാകണം, നന്നായിട്ട് പ്രാകണം. അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെ പ്രാക്കൊന്നുമില്ല കൊച്ചമ്പ്രാട്ടി. കാലം മാറിയില്ലേ? ഒക്കെ ഉണ്ട്, എനിക്ക് കേക്കണം. എന്നാലേ ഇത് കിട്ടൂ. എന്നാ മോളുടെ പേരും നക്ഷത്രം പറ. മായ അശ്വതി നക്ഷത്രം. മായാശ്വതി നക്ഷത്രം. മായാശ്വതി നക്ഷത്രം. എന്റെ പേർക്കും കൂടി. അഡ്വക്കേറ്റ് കുമ്മത്ത് നാരായണ കൈമൾ, വിശാഖ. അത് വേണം തമ്പ്ര. വേണം. ട്രാക്ക് തുടങ്ങിക്കോ. നാരായണ കൈമൾ, വിശാഖ. ഇതാ ദക്ഷിണ. നാളെ നീ വന്നെന്റെ പ്രാകണേ. ഒരുത്തനിട്ട് 4 നല്ല വർത്തമാനം കൊടുക്കാൻ പോവാ. പാപങ്ങളൊക്കെ ഇതോടെ തീരട്ടെ. അത് തീരണമെങ്കിൽ വിളിത്തെ പെർമനന്റ് ആക്കേണ്ടി വരും. നിത്യപ്രാക്കിന്. ഇവനും ആ കൂട്ടത്തിലൊരാളാ. ഹലോ ഹലോ. അതെ, ഞാനാ കമ്മത്ത് കുമ്മൾ, കുമ്മത്ത് കൈമൾ. അതെ, ഇല്ല, ഞങ്ങളുടെ കാവിലൊരു പ്രശ്നം. അതിനായി പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാണ്. അതുകൊണ്ട് ഞാനിന്ന് കോടതി വരവുണ്ടാവൂല. അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് കാലം കുറെ ആയല്ലോ. കോർട്ട് എടുക്കണോ? എന്തിന്? പോലീസ് സ്റ്റേഷൻ കേസ് എന്നൊക്കെ പറഞ്ഞില്ലേ വക്കീല്? കോർട്ട് താനിട്ടോ. ഗുമസ്തൻ രമണിൽ നിന്നൊരു പ്രമോഷൻ. വക്കീൽ രമണൻ. പെട്ടി തൂക്കി. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അതിനാണ് കോടതിയിലും വരണ്ട, വീട്ടിലും വരണ്ട. കാരണം ഞാൻ അമ്പലപ്പിരിവ് കൊടുക്കാറില്ല. വാങ്ങാറേ ഉള്ളൂ. ചൊറിയല്ലേ? പിന്നിലൊന്നും ചൊറിയല്ലേ? തൃപ്തിയായില്ലടാ നിനക്ക്? ഈ കിടന്ന് ചൊറിയും ചെറിയാക്കുന്നത് ഞാനും. ഒരു കാര്യം പറയാൻ പറഞ്ഞു. മോളെ എതിരെ വന്നേ. പതിവ് പോലെ. നമ്മുടെ ആൾക്കാരുണ്ട്. ഇത് യവന്മാരുടെ ആനയല്ലേടോ? പാർവതീപുരം ഉണ്ണികൃഷ്ണൻ. എന്താ തലയെടുപ്പ്? അത് തലയല്ലടോ, പുകഴ്ത്തിയത് മതി. ആന എന്റെ അല്ല. ആനയ്ക്ക് മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ സെക്ഷൻ 121 കയറി വരും. അതോടെ ആനയും കസ്റ്റഡിയിൽ. സെക്ഷൻ പറഞ്ഞില്ലേ? കൈക്കോട്ടെടുക്കോ? എന്തിന്? കിളക്കാൻ. എന്താ അവിടെ എഴുന്നേറ്റ് എന്ന് ബഹുമാനിക്കാൻ തക്ക യാതൊരു യോഗ്യതയും ഈ പരമനാറിയില്ല. വല്ലവനും വന്നെ വായി കോലിട്ടിളക്കിയാൽ പോലീസ് സ്റ്റേഷനാണോ ഞാൻ നോക്കില്ല കേട്ടോ. താനല്ലേ എന്തോ ചെയ്യടോ? താൻ എന്നെ എന്തോ ചുക്കും ചെയ്യത്തില്ല. താൻ ഒരു കോപ്പും ചെയ്യില്ല. ഞൊട്ടും. നിർത്ത്. ഇത് ഉത്സവപ്പറമ്പല്ല. SI രാജനില്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി?
അറിയില്ല. താനല്ലേ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച്? എന്താ കാര്യം? കൈമൾക്കറിയില്ലേ കാര്യം? ഏതെങ്കിലും ഒരു തെണ്ടി കെട്ടുകാഴ്ചക്കിടയ്ക്ക് പന്നിപ്പടക്കോ പട്ടിപ്പടക്കോ എറിഞ്ഞതിന് വേറെ ഏതെങ്കിലും ഒരു വിവരം കെട്ട തെണ്ടി പരാതി പറഞ്ഞാൽ ഞങ്ങൾ തെക്കും ഭാഗർ എന്ത് പഴിച്ചു? ഏതെങ്കിലും തെണ്ടിയല്ല, പിന്നെ? ഈ നിൽക്കുന്ന തെണ്ടീന് ആൾക്കാർ തന്നെ പട്ടിപ്പടക്കം എറിഞ്ഞത്. ആരാടാ നീ തെണ്ടി വിളിച്ചത്? എന്നെ തെണ്ടിന്ന് വിളിച്ചവനെ തന്നാണോ? നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്നാ പിഴുതെടുക്ക്. ഇവന്റെ നാക്ക് കാണാനാണോ താൻ എന്നെ വിളിപ്പിച്ചത്? ഓ, ഇതൊരു പോലീസ് സ്റ്റേഷനാ. ഇവിടെ കിടന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ, തെക്കും വടക്കും ഞാൻ നോക്കില്ല, എന്റെ പണി ഞാൻ നോക്കും. ഇതെല്ലാം കിടക്കുന്ന ലോക്കപ്പിലായിരിക്കും. മനസ്സിലായല്ലോ? സാർ SID ലൈനിലുണ്ട്. ആണോ? അർജുനനാണ് സാർ. എന്താ സാർ? കള്ളം കേശുവോ? അറിയാം സാർ, 10-30 പ്രാവശ്യം ജയിൽ ചാടിയവനല്ലേ? അറിയാം. ആ ലോഡ്ജിലുണ്ടോ? ശരി സാർ. എടോ ഉടക്കേ, ഇങ്ങോട്ട് വന്നേ. നിന്നോടാ ചോദിച്ചത്, ഇങ്ങനെ ഒരുത്തനോട് താമസമുണ്ടോ? പറയടാ. പറയാം, ഞാൻ ആളെ ശരിക്കും നോക്കട്ടെ. നീ ഇങ്ങനെ ഒരുപാടൊന്നും നോക്കണ്ട. പറയടാ, അവനിവിടെ ഉണ്ടോ ഇല്ലയോ? ഇയാളിവിടെ താമസമുണ്ട്. ഇയാളിവിടെ താമസമുണ്ട് സാറേ. പക്ഷെ ഇപ്പൊ തൊട്ടടുത്തുള്ള കള്ള് ഷാപ്പിൽ പോയിരിക്കാം. Oh!